തൃശൂർ കല്ലൂർ പാറക്കാട് ഉന്നതിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതോപകരണങ്ങളും വൈദ്യുത സാമഗ്രികളും നശിച്ചു. മതിലിന്റെ ഒരു ഭാഗവും തകർന്നു. മുളങ്ങാട്ടുകര വീട്ടിൽ കുട്ടപ്പന്റെയും പുതിയടത്ത് വീട്ടിൽ സദന്റെയും വീടുകളിലാണ് മിന്നലടിച്ച് നാശനഷ്ടമുണ്ടായത്. വലിയ മുഴക്കത്തോടെയാണ് ഇടിമിന്നൽ വീടുകളിൽ പതിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഒരു അപ്രതീക്ഷിതമായ ശബ്ദത്തോടെ മുഴക്കാണ് മുമ്പ് കേട്ടത്. അത് പിന്നീടാണ് മനസ്സിലായത് ഇടിവെട്ടാണെന്ന്. തുടർന്ന് പീസുകൾ, മീറ്റർ തുടങ്ങിയ വയറിങ്ങുകൾ, സ്വിച്ചുകളൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്. മതിൽ ഒരു 3-4 അതിൽ കൂടുതലോ ഇത് ഇടിഞ്ഞു പോയി. ഇടിമിന്നലിൽ ഇരുവീടുകളിലും വൈദ്യുതി സർവീസ് വയറുകൾ, വീടിനുള്ളിലെ വയറിംഗ്, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തിനശിച്ചു. കൂടാതെ ടൈലുകൾ തകർന്നതോടൊപ്പം കുട്ടപ്പന്റെ വീട്ടിലെ മതിലിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു. സംഭവത്തെ തുടർന്ന് KSEB അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ശക്തമായ ഇടിമിന്നലും മൂലം സദൻ പുതിയടത്തുന്ന അവരുടെ വീട്ടിലും അതുപോലെ കുട്ടപ്പൻ മുളങ്ങാട്ടുകര എന്നിവരുടെ വീടുകളിലാണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വൈദ്യുതിയുടെ മുഴുവനായും അവരുടെ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് വീടുകളിൽ. ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേടുപാട് വലിയ ശക്തമാകുന്ന രീതിയിലുള്ള ഒരു മുഴക്കമെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയത് തന്നെ കണ്ടറിയാം, മതിലുകളൊക്കെ ഇടിഞ്ഞു വീണു. വീടിൻ്റെ അകത്തു പോലും വന്ന് പൊട്ടിയൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അവരെ ഇലക്ട്രിക്കിൻ്റെ എല്ലാ ഉപകരണങ്ങളും കത്തി നശിച്ചു. അതുപോലെ തന്നെ ഇവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്തായാലും ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിന് വന്നിട്ടുള്ള നഷ്ടങ്ങൾ നമ്മളത് തിങ്കളാഴ്ച, ഇന്നിപ്പോൾ മുടക്ക് ദിവസമാണ്, തിങ്കളാഴ്ച വില്ലേജിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇതിൻ്റെ നഷ്ടം കണക്കാക്കി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. പഞ്ചായത്ത് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.